എന്റെ ദൈവമേ, കണ്ട കിടക്കാൻ ഫ്ലൈറ്റ് കണ്ട എനിക്ക് കൊതിയാവണ്. ഇന്നത്തെ ടെസ്റ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് പൈലറ്റാണ് പൈലറ്റ്. എനിക്കറിയുന്ന ഒന്ന് പറക്കാൻ കൊതിയായിട്ട് വയ്യ. എനിക്ക് പറക്കാൻ കൊതിയാവുന്നു. എനിക്ക് ആദ്യമായിട്ട് പൈലറ്റ് ആയി കഴിഞ്ഞാല് അതുകൊണ്ട് അതിലൊന്ന് കയറണം. അത് ഏണിയല്ലേ? കണ്ണും കണ്ടു ആരത് പറയല്ലേ? അല്ല, നമ്മുടെ പല ബാച്ചായോണ്ട് പരസ്പരം പരിചയപ്പെടാൻ പറ്റിയില്ല. എന്റെ പേര് സജി. എന്റെ പേര് അനന്ത്. പേര് പ്രതീക്ഷ. കല്യാണം കഴിഞ്ഞോ? ഇല്ല. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമ്മള് ഭൂമിയിൽ എങ്ങനെയാണോ നിൽക്കുന്നത് മൊത്തം എയറിലായിരിക്കൂലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ പോകാൻ കാണിച്ചാണോ? അല്ല, ഞാൻ തിരിച്ച് ഇങ്ങനെ സല്യൂട്ട് അടിച്ചപ്പോ നിൽക്കാമല്ലോ അല്ലേ? അതെ. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. 1000 പേരിൽ നിങ്ങൾ 3 പേരെയാണ് പൈലറ്റ് ട്രെയിനിങ്ങിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. സന്തോഷിക്കാൻ പറയട്ടെ. എന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അതിനും കൂടെ ഉത്തരം പറഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് പൈലറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഇനി വരൂ. നമ്മൾ ട്രെയിൻ. എന്താണ് പേര്? പേര് സജി, കാഞ്ഞിരംകുളം. ആണല്ലേ? സജിത്തിന്റെ പ്രൊഫൈൽ എന്താണ്? പ്രൊഫൈൽ രാവിലെ പട്ടയം പിടിച്ചിട്ട് പൂവും പിടിച്ചോണ്ടിരിക്കണത് 14K ഉണ്ട് സാർ. എന്റെ വാട്സപ്പിലെ പ്രൊഫൈൽ അല്ലേ ഞാൻ ചോദിച്ചത്. ഇതിലോട്ട് വരാനുള്ള കാരണം എന്താന്നാ ചോദിച്ചത്. സാർ, എന്റെ ഭാര്യയാണ് എന്റെ പ്രചോദനം. ആണോ? ഞാൻ കാർ എടുത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങി ഞാൻ അപ്പൊ അവള് ഓടി എന്റെ കാറിൽ കയറും. വഹിക്കേണ്ട കംപ്ലീറ്റ് സാധനങ്ങളും വാങ്ങിക്കും. എന്റെ പൈസ തീർക്കും. ഇത് ഫ്ലൈറ്റ് ആകുമ്പോഴേ ഞാൻ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ കൂടെ കയറിയാലും ആകാശത്ത് നിന്ന് കഴിഞ്ഞാൽ കടകളൊന്നും ഇല്ലല്ലോ. അഥവാ മേഘം വേണം നമ്മളോട് ചാടി കഴിഞ്ഞാൽ അതോടെ പുല്ല് ശല്യം തീരുമല്ലോ. ഓക്കെ, പൈലറ്റ് ആകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്താണ് പേരെന്താണ്? അനന്തു സാർ. അനന്തു പൈലറ്റ് ആകാൻ എന്താണ് തീരുമാനം എടുക്കാനുള്ള കാരണം? സാറേ, ഞാൻ ആദ്യം തന്നെ ഒരു ബൈക്ക് എടുത്തായിരുന്നു. ഈ ബൈക്ക് എടുത്ത് പുറത്തിറങ്ങിയപ്പോ തന്നെ അച്ഛനെ ഇടിച്ചു. പിന്നെ ഞാൻ ഒരു ഓട്ടോ എടുത്തു. അതുകൊണ്ടാണ് അളിയനെ ഇടിച്ചു. പിന്നെ മനസ്സിലായി ഞാൻ വണ്ടി എടുത്താൽ എന്റെ കുടുംബം കാണൂല. എനിക്ക് റോഡല്ല എനിക്ക് സേഫ്. റോഡിലാകുമ്പോ ആരുമില്ല, പറഞ്ഞൊക്കെ നടക്കാനോ. അപ്പൊ ഇനി എന്റെ ജീവിതം ഏറല്ലേ. അങ്ങനെ ആകാശത്തിലെ പരുന്തും പറവയ്ക്കൊക്കെ ഇനി കഷ്ടകാലം എന്ന് പറയാം അല്ലേ? എന്താണ് പേര്? പ്രതീക്ഷ. പ്രതീക്ഷയിലാണ് എനിക്ക് പ്രതീക്ഷ. പ്രതീക്ഷ ഇതിലോട്ട് വരാൻ എന്താണ് കാരണം? സാർ, ഞാൻ ഇരുന്നിരുന്ന ഒരു റീൽസ് ഇട്ടു. ആ റീൽസ് അങ്ങ് ഭയങ്കരമായിട്ട് എയറിലായി. പിന്നെ എനിക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ വയ്യ, എയറിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങ് പിന്നെ എയറിൽ തന്നെ അങ്ങ് പോവാന്ന്. അതാ ഞാൻ അതുകൊണ്ടാണ് വരാൻ കാരണം അല്ലേ? സജിത്ത്, പൈലറ്റ് ആകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത്യാവശ്യം അറിയാം സാർ. ആ കിടക്കുന്ന ഫ്ലൈറ്റ് കണ്ടോ? ആ ഫ്ലൈറ്റിന്റെ പേരെന്താണ്? അവിടെ കിടക്കുന്നല്ലേ? അവിടെ കിടക്കുന്നത് സാർ, അതാണ് അവിലോ എയർലൈൻസ്. അവിലോ എയർലൈൻസ്. ഓക്കെ അനന്തു, ആ അവിലോ എയർലൈൻസിന്റെ തൊട്ടിപ്പുറത്തെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ടോ? ആ ഫ്ലൈറ്റിന്റെ പേരെന്താണ്? പൊരിയോ എയർലൈൻസ്. പൊരിയോ എയർലൈൻസോ? അല്ല, അവലിന്റെ അടുത്ത് പൊരിയല്ലേ സാറേ കിടക്കുന്നത്. പ്രതീക്ഷയിലാണ് എന്റെ പ്രതീക്ഷ. ഈ 2 ഫ്ലൈറ്റിന്റെ നടുക്ക് ഒരു ഫ്ലൈറ്റ് കിടക്കുന്ന നോക്കി. ആ ഫ്ലൈറ്റിന്റെ പേരെന്താണ്? പഴമോ എയർലൈൻസ്. പഴമോ എയർലൈൻസോ? അല്ല, അവിലും പൊരിയും വരുമ്പോ നടുക്ക് പഴം വേണമല്ലോ. എങ്ങനെ പൈലറ്റ് ആകും? ഒരൊറ്റ ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യമാണ് പൈലറ്റ് ആകാൻ വേണ്ടി. അനന്തുവിനോടാണ്. അനന്തു പൈലറ്റ് ആയെന്ന് കരുതുക. പൈലറ്റ് ആയി കഴിഞ്ഞാൽ ഒരു വിമാനം എടുത്തോണ്ട് ഒറ്റയ്ക്ക് യാത്ര പോവുകയാണ്. അനന്തു ഇങ്ങനെ വിമാനം എടുത്ത് ഇങ്ങനെ 100, 110 ഇങ്ങനെ പോവാണ്, പാഞ്ഞു പോവുകയാണ്. അന്നേരം എതിരെ ഒരു ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അനന്തു എന്ത് ചെയ്യും? വെരി ഗുഡ്. ഇതുപോലെ ഒഴിഞ്ഞു മാറണം. ഒഴിഞ്ഞു മാറിയല്ലേ കേട്ടപ്പോ തന്നെ എന്റെ ചെവിയുടെ ഇയർ ബാലൻസ് പോണേ. ഓപ്പോസിറ്റ് പ്ലെയിനൊക്കെ വരുമോ? അങ്ങനെ ഓപ്പോസിറ്റ് പ്ലെയിൻ പൈലറ്റ് ആകും എന്റെ അനന്തു. സത്യനോട് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മളൊരു ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ട ഫ്ലൈറ്റ് മുമ്പിൽ വന്നിട്ട് 2 ബക്കറ്റിൽ ഷാമ്പൂട്ട് കലക്കി കുറച്ച് വെള്ളം എടുത്ത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കണം. എന്നിട്ട് തോർത്ത് വെച്ച് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം. തമിഴ്നാട്ടിലൊന്ന് പാണ്ടിലോറി അല്ല, ഫ്ലൈറ്റാ. അതല്ല ഞാൻ ചോദിച്ചത്. നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ എന്ത് റെക്കോർഡാണ് ആദ്യം ഇടണ്ടേ? സാർ, ആദ്യം ഒരു ഭക്താന് ഇടണം. അതല്ലെന്ന്, തന്റെ റെക്കോർഡിക്കൽ പരമായ കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റിൽ വേണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലൈസൻസ് ഒക്കെ സാർ, എനിക്കൊരു സംശയം. പ്രതീക്ഷ ചോദിക്കും. സാർ, നമ്മൾ ഫ്ലൈറ്റ് ഇങ്ങനെ പോവല്ലേ, അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ ലൈറ്റ് ഇങ്ങനെ മിന്നി മിന്നി കത്തൂലേ സാർ? അതെന്തുകൊണ്ടാണ് സാർ? അത് അന്തരീക്ഷത്തിൽ കൂടെ എന്ത് സാധനം പോയാലും ഇങ്ങനെ മിന്നി മിന്നി കത്തിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് മിന്നാമിനിങ് അന്തരീക്ഷത്തിൽ പോകുമ്പോൾ നമ്മൾ കാണാറില്ലേ അതിന്റെ മൂട്ടിൽ ഇങ്ങനെ മിന്നി മിന്നി കത്തുന്നത്? അന്തരീക്ഷത്തിൽ കൂടെ എന്ത് സാധനം പോയാലും മിന്നി മിന്നി കത്തും. ഞാൻ പറഞ്ഞു കിട്ടിയായിരുന്നോ? അപ്പൊ ഈ പറന്ന് കിടക്കുന്ന എന്ത് മിന്നി മിന്നിയായിരിക്കും അല്ല സാറേ? പറന്ന് എന്ത് പോയാലും മിന്നി മിന്നിയായിരിക്കും. മിന്നി കേറുവാണല്ലേ സാർ? എനിക്കിട്ട് ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ ആക്കിയതാ. അഭിപ്രായം പറയാൻ ഞാനുണ്ട് ഇവിടെ കേട്ടോ. പ്രതീക്ഷ ഇപ്പൊ ഞാൻ ബൈക്ക് ഓടിക്കണമെങ്കിൽ നമ്മൾ 8 എടുക്കണം, കാർ ഓടിക്കണമെങ്കിൽ H എടുക്കണം. അങ്ങനെയാണ് ഫ്ലൈറ്റ് ഓടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് എടുക്കേണ്ടത്?
അയ്യോ വെരി ഗുഡ്. അയ്യോ നേരെ അയ്യക്ക് പോകുക, വട്ടത്തിൽ പോയി എടുക്കുക, പറന്നു പോകുക. അയ്യോ very good. സാറേ എനിക്കൊരു സംശയമുണ്ട്. ചോദിക്ക്. സാറേ നമ്മളെ എല്ലാ വാഹനങ്ങളാണല്ലോ അതെ. സാറേ, ഈ KSRTC ബസ്സും ഫ്ലൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം പറഞ്ഞോ. സാറിന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു തരൂലേ, ആ. ഈ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫ്ലൈറ്റിനകത്തുകൂടി നമുക്ക് ഇങ്ങനെ നടക്കാം. ഹായ് മൈസി, how are you? Where are you going? ഇങ്ങനെ നടക്കാൻ പറ്റും. പക്ഷെ KSRTC ബസ്സിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. കമ്പി പിടിച്ചോണ്ട് ഇങ്ങനെ അങ്ങോട്ട് മാറിയില്ല. സാർ എനിക്ക് കുറെ നാളുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ട് സാർ. എന്താണ്? നമ്മൾ ഈ ഫ്ലൈറ്റിൽ മദ്യം കൊടുക്കുന്നത് എന്തിനാണ് സാർ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മിനിമം അവിടെ 4 മലയാളികൾ എങ്ങനെ ഉണ്ടാകും. ഈ 4 മലയാളികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് മദ്യപിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ടാണ് ഫ്ലൈറ്റിൽ മദ്യം കൊടുക്കുന്നത്. മദ്യം കൊടുത്തില്ലെങ്കിൽ ഇവർക്കൊരു കിരികിരിപ്പ് ഉണ്ടാകും. ആ കിരികിരിപ്പ് പൈലറ്റ് അറിഞ്ഞാൽ വിഷയമാകും. അതുകൊണ്ടാണ് മലയാളികൾക്ക് മദ്യം കൊടുക്കുന്നത്. കറക്റ്റാ. നമുക്ക് ഓട്ടോ ആണെങ്കിൽ ബിവറേജ് ഇറങ്ങി ഇറക്കാം. മറ്റേ ബൈക്കിൽ പോയാലും എടുക്കാം. അതെ, അതെ. ബൈക്കിനകത്ത് കിരിയിരിപ്പുണ്ടാവും. അത് കറക്റ്റാണ് സാറേ. എനിക്ക് വേറെ ഡൗട്ട്. ചോദിക്കൂ. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് ഓടിച്ച് ഇങ്ങനെ പോവുകയാണ്. കുറെ തീവ്രവാദികൾ എന്റെ ഫ്ലൈറ്റ് ആക്രമിക്കാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം സാർ? നീ ഒന്നും ചെയ്യണ്ട. നിന്റെ വീട്ടുകാർ ചെയ്തോളൂ. എന്തോന്ന്? സഞ്ചയനം നല്ല ഇടലി വിടുന്നോടെ കൊടുക്കാൻ മാത്രം നീ പറഞ്ഞാൽ മതി. സാറേ എനിക്കൊരു സംശയമുണ്ട്. നോക്കി, നമ്മൾ പൈലറ്റായി കഴിഞ്ഞാലേ ഈ ഓടിക്കാൻ വേണ്ടി ഇരിക്കുമല്ലോ ഫ്രണ്ടില്. ആ ഇരിക്കുമ്പോ എന്താണ് സാറേ പൈലറ്റ് ഹെൽമെറ്റും ബെൽറ്റും ഇടുന്നത്? നമ്മുടെ നാട്ടിലാണെങ്കിലും ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും മസ്റ്റ് അല്ലേ? അതെ. വളവിലിട്ട് പോലീസ് പിടിക്കും, മരത്തിന്റെ പുറകിലിട്ട് പോലീസ് പിടിക്കും. ഇത് വെച്ചില്ലെങ്കിൽ അതുപോലെ അന്തരീക്ഷത്തിൽ കൂടെ നമ്മൾ പോകുമ്പോഴും സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും മസ്റ്റാണ്. അവിടെ ചെക്കിംഗ് ഉണ്ടോ? പിന്നെ അവിടെ ആകാശത്തൂടെ പോകുമ്പോൾ വെളുത്ത മേഘങ്ങൾ കാണത്തില്ലേ? ഈ വെളുത്ത മേഘങ്ങളുടെ പുറകിൽ അവർ മറിഞ്ഞിരിക്കും. അവിടെ വെച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, പറ്റിയിരിക്കുന്നത്. എന്തോ ശ്രദ്ധിച്ചോണം. വെള്ള മേഘം കണ്ട് അപ്പൊ ഹെൽമെറ്റ് വെച്ചോണം കേട്ടാ. ഞാൻ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ലൈറ്റ് ഇട്ട് കാണിക്കാം. അത് മതി. ഇവിടെ മരമാണെങ്കിൽ അവിടെ മേഘമാണല്ലേ? നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്ധനം പെട്ടെന്ന് തീർന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആ കുഴപ്പമില്ല, അളിയനെ വിളിച്ച് പറഞ്ഞാൽ അളിയൻ കൊണ്ടുവരും. അളിയനെ വിളിച്ചോണ്ട് അപ്പൊ എന്റെ അളിയൻ പക്കാവിടെ വിജു അവൻ കൊണ്ടുവരും. അന്തരീക്ഷം കിടക്കുന്നത് നമ്മൾ മനസ്സിലാവും. അവൻ എണ്ണ തീർന്നിരിക്കും, അവൻ പാതാളത്തിൽ കൊണ്ടുവരും. എന്റെ അളിയൻ അറിഞ്ഞൂടാത്തോളാണ് അവൻ എത്തിക്കും. പിന്നെ അളിയന്റെ അടുത്താണ് കളി. എണ്ണ ഇരുന്ന് എന്തിരിക്കും. നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ VIP കൾ യാത്ര ചെയ്യാൻ വരും ബിസിനസ് ക്ലാസ്സിൽ. അപ്പൊ അവരെ നമ്മൾ എങ്ങനെ ആദരിച്ചിരുത്തണം? പൈലറ്റ് മാത്രമായിരിക്കില്ല, ചില സമയത്ത് നമ്മൾ എയർ ഹോസ്റ്റസും ആകണം. എങ്ങനെ ആദരിച്ചിരുത്തണം എന്നൊന്ന് പ്രതീക്ഷ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഞാൻ കാണിക്കട്ടെ. ഒരു ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന VIP കൾ എയർ ഹോസ്റ്റസ് അല്ലേ? അവരെ സ്വീകരിച്ചു. ഹലോ, how are you, Anandu? Yes. Where are you going? I am going in Goa. Okay. You are where are you going? Canada. അവിടെ പോവുള്ള എത്ര സ്ഥലങ്ങൾ കിടക്കണം. അല്ല, അവിടെ പോവാം. Okay, chill. വെൽക്കം. Welcome. അയ്യോ അണ്ണാ എന്തിനാ അവിടെ നിൽക്കണം? ഇങ്ങോട്ട് വരി, കയറി ഇരിക്കി. മറിച്ചിടാതൊരു സിംഗിൾ ആംപ്ലേറ്റ്. സിംഗിൾ ഓംപ്ലേറ്റോ? പിന്നെ ഇവിടെ വീട്ടിലൂടെ കിടന്ന പോലെ എയർ ഹോസ്റ്റസ് വിളിക്കണം. ഈ പ്രതീക്ഷ എനിക്കൊരു പ്രതീക്ഷയില്ല. എനിക്കുമില്ല. സാറേ ഈ ഫ്ലൈറ്റ് കയറുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഫ്ലൈറ്റ് എടുക്കാൻ പോകുന്ന നേരത്ത് കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കുമല്ലോ. അത് ഞാൻ കാണാൻ പഠിച്ചിട്ടുണ്ട്. സാറ് വേണമെങ്കിൽ എന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞുതരാം. അനന്ത് പറഞ്ഞുതരും. ആദ്യം കയറി നിന്നിട്ട് ആൾക്കാർ ഇരിക്കല്ലോ. വന്നിട്ട് മിണ്ടല് ബെൽറ്റ് ഇട്ട് മുറുക്കി കെട്ടുക. ആപ്പിൾ എടുത്ത് തിന്നുക. ആപ്പിൾ തിന്നണല്ലേ ശ്വാസം കിട്ടാൻ. വെള്ളം അടിച്ച് വിഷയം ഉണ്ടാക്കിയാൽ കൂമിന് കുത്തും. അടിച്ചോണ്ട് മിണ്ടായിരുന്നു ഉറങ്ങിയോളാം. ഇതെന്താ സംഭവം? നമ്മൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ചത്തു പോകുന്നു. ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ എല്ലാരും നല്ല ഫിറ്റാ ആണല്ലേ? അതുകൊണ്ട് നിങ്ങളെ പൈലറ്റ് ആക്കാൻ തീരുമാനിച്ചു. അല്ല ഈ ഒരു ഇതുകൊണ്ട് മാത്രം അങ്ങനെ ഇത് കിട്ടില്ല, ലൈസൻസ് കിട്ടില്ല. ലൈസൻസ് കിട്ടുന്ന ലൈസൻസ് ദൈവമേ, ഓരോരുത്തർക്ക് എന്തുമാത്രം ടെസ്റ്റ് കഴിഞ്ഞിട്ടാ നമുക്ക് ആദ്യമേ തന്നെ ലൈസൻസ് കിട്ടി. അയ്യോ ഇത് ലൈസൻസ് അല്ല, കൊച്ചിൻ കാർണിവലിന്റെ ടിക്കറ്റാ. അയ്യോ എനിക്കും കൊച്ചിൻ കാർണിവൽ കാണാനുള്ള ടിക്കറ്റ്. പക്ഷെ എനിക്ക് മാത്രം അതല്ല ചേട്ടാ. തിരിച്ചു പിടിക്കടാ. അയ്യോ കൊച്ചിൻ കാർണിവൽ സാർ, കൊച്ചിൻ കാർണിവലിന്റെ ടിക്കറ്റ് എന്തിനാണെന്നോ? എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ കാർണിവൽ നടപ്പുണ്ട്. അവിടെ വലിയൊരു ഫ്ലൈറ്റ് ഉണ്ട്. അതേ 3 പേരുടെ കയറിയിരിക്കുക. അപ്പൊ ഒരു ഹിന്ദിക്കാരൻ വന്ന് തുച്ചിടും. നിങ്ങൾ അന്തരീക്ഷത്തിൽ കൂടെ വട്ടം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ലൈസൻസ് ഇല്ലേ? ഒരു പിണ്ണാക്ക് അറിയാൻ മേലാത്ത നിനക്കൊന്നും ലൈസൻസ് ഇല്ല. നിനക്കൊക്കെ ലൈസൻസ് എന്നാ ഞാൻ എയറിലാകും. ആ എയറിലുള്ള ഫ്ലൈറ്റ് ഞാൻ തന്നെ അങ്ങ് ഓടിച്ചാ പോരെ. സത്യം.